ഹലോ, ദുബൈയിലെ ഈ ഓൾഡ് വില്ലേജ് ഒന്ന് കണ്ടാലോ? എന്നാ പോര്. വെൽക്കം ടു ഡിസ്കവർ ദി മാജിക് ഓഫ് ഓൾ ദുബായ്. ഹലോ, ആദ്യം നമുക്ക് ദുബായ് പബ്ലിക് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പറയാം. അപ്പോൾ ഞങ്ങൾ ഇതേ ബസ്സിൽ കയറിയിട്ടുണ്ട്. കയറുമ്പോഴും ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു കാർഡ് വെച്ച് സ്വൈപ്പ് ചെയ്യണം, അങ്ങനെയാണ് ക്യാഷ് കട്ടാവുന്നത്. പിന്നെ ബസ്സിൻ്റെ അകം എന്ന് പറയുന്നത് ഇവിടെ ഇതേ ഒരു വലിയ ഏരിയ, നമുക്ക് സ്ട്രോളറോ വീൽ ചെയറോ ഒക്കെ വരുവാണെങ്കിൽ കീപ്പ് ചെയ്യാനുണ്ട്. കയറാനുള്ള സ്റ്റെപ്പാണിത്, അല്ലാതെ ഈ ബസ് ഫുള്ള് സീറ്റ് അല്ല കേട്ടോ. പിന്നെ ടിക്കറ്റ് ഒന്നും എടുക്കാൻ നമുക്കിവിടെ കണ്ടക്ടറൊന്നും ഇല്ല. ഇതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പിന്നെ നമ്മൾ എപ്പോഴൊക്കെ ഷാർജയിൽ നിന്ന് ദുബൈയിലേക്ക് പോകണമെങ്കിലും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. കാരണം ഇതൊരു 7200 ഏക്കറിൽ പരന്ന് കിടക്കുന്ന എയർപോർട്ടാണ്. അതുമല്ല, ലോകത്തിലെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ എയർപോർട്ടാണ് ദുബായ് എയർപോർട്ട്. ദേറ ബസ് സ്റ്റേഷനിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഷാർജയിൽ നിന്ന് ഒരു 15 മിനിറ്റ് എടുത്താൽ മതി, ഇവിടെ എത്തും. അങ്ങനെ ഇവിടെ എത്തി ഇനി ഒരു 3-4 മിനിറ്റ് നടന്നാൽ നമുക്ക് ദേറ മെട്രോ സ്റ്റേഷൻ എത്തും. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അത് കാണാൻ പറ്റുവേ. അങ്ങനെ ഞങ്ങൾ നടന്ന് അവിടെ എത്തി. ഇവിടുത്തെ സ്റ്റേഷൻ അടിയിലാണ്, അണ്ടർഗ്രൗണ്ടിലാണ്. അതുകൊണ്ട് നമുക്ക് ലിഫ്റ്റിൽ കയറി നേരെ താഴേക്ക് വേണം പോകാൻ. അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് പോകാനുള്ള മെട്രോയും എത്തി. പിന്നെ മെട്രോയിൽ കയറി നമുക്കിനി ബുർജുമാൻ മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. ബസ്സിലെ പോലെ തന്നെയാണ് ഇവിടെയും. സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ നമ്മൾ ആ സെയിം കാർഡ് തന്നെ ഇവിടെയും സ്വൈപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ ചെന്ന് ഇറങ്ങുന്ന സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിലും കാർഡ് സ്വൈപ്പ് ചെയ്യണം. അപ്പം ഓട്ടോമാറ്റിക്കലി ക്യാഷ് കട്ടാവും. അങ്ങനെ ഞങ്ങൾ ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നല്ല രസമുണ്ടല്ലേ കാണാൻ ഇവിടെ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയതേ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ ക്രിസ്മസ് ട്രീ നിൽക്കുന്ന കാണാം. അവിടെയാണ് നമുക്ക് ഒരു 5 മിനിറ്റ് നടക്കുമ്പോൾ നമ്മൾ ക്രിസ്മസ് ട്രീയുടെ അടുത്തെത്തും. ക്രിസ്മസ് ട്രീയെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഞാൻ കൂടുതലൊന്നും കാണിക്കുന്നില്ല. ഇതിന്റെ സൈഡിലൂടെ നടന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് ഞാൻ കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സ്ഥലം എത്തുന്നത്. വേറൊന്നും അല്ല, ദുബൈയുടെ അൽസീഫ് ഓൾഡ് വില്ലേജ്. ഇതേ കണ്ടില്ലേ, ഇവിടെ മൊത്തം പഴയ വീടുകളാണ് ഇപ്പോഴും ഉള്ളത്. എമിറാത്തികളുടെ പഴയ ആ ഒരു വീട് ഇപ്പോഴും അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ ആ പണ്ടത്തെ കാലത്ത് അറബികളുടെ ഒരു നാട്ടിലേക്ക് എത്തിയ ഒരു ഫീലാണ്. സ്ട്രീറ്റ് മൊത്തം ഇങ്ങനെ വാം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഈ പഴയ ബിൽഡിംഗ് ഒക്കെ നമുക്ക് ഇങ്ങനെ വാം ലൈറ്റ് കാണുമ്പോൾ ശരിക്കും ആ പണ്ടത്തെ ഒരു പ്രൗഡി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്ട്രീറ്റിന്റെ ഒരു സൈഡ് ഫുള്ള് വെള്ളമാണ്, മറു സൈഡ് ഫുള്ള് ഷോപ്പുകളും. അപ്പൊ നമുക്ക് ആദ്യം ഈ സൈഡിലൂടെ ഒന്ന് സഞ്ചരിക്കാം. ഇതിലേ വരുമ്പോൾ കണ്ടില്ലേ, ഫുള്ള് ലൈറ്റ് കൊണ്ട് അലങ്കരിച്ച പ്രീമിയം ക്രൂയിസ് ബോട്ടുകൾ കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളും പൈസ കൊടുത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു ഡിന്നറൊക്കെ കഴിക്കാം. ഇതേ അടുത്തൊരു ബോട്ട്, ഇതും ഫുള്ള് തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ടാണ്. കണ്ടിട്ട് അല്പം പ്രീമിയം ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാനിവിടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ ബോട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അല്പം പൈസ മുടക്കി നമുക്ക് ഇതിനകത്ത് പോയി ദുബായ് ക്രീക്കിന്റെ ഭംഗി മൊത്തം ആസ്വദിച്ച് ഒരു ഡിന്നറൊക്കെ കഴിക്കാം. ഇതിവിടുത്തെ ഒരു പരമ്പരാഗതമായിട്ടൊരു ബിൽഡിംഗ് ആണ്. അത് നമ്മൾ ഈ നടക്കുന്ന സ്ട്രീറ്റിൻ്റെയും ഇപ്പോൾ കാണിച്ച വെള്ളത്തിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. അതാണിത്. നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും പഴയ, എനിക്ക് തോന്നുന്നു ഇതൊക്കെ പണ്ടത്തെ കടകളൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ഓല മേഞ്ഞ സൺഷെയ്ഡ് പോലെ ഉണ്ടല്ലേ. അപ്പം ദേ ഈ ബിൽഡിംഗ് ഉണ്ട്, ഇതിനകത്തോട്ടൊന്ന് നമുക്ക് കയറി നോക്കാവേ. എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മളിവിടെ പകലാ വരണ്ട കേട്ടോ. അപ്പോഴേ നമുക്ക് പഴയ അത്രയും വർഷം പഴക്കമുള്ള ഈ ബിൽഡിങ്ങുകളുടെയൊക്കെ ആ ഒരു കൾച്ചർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുമല്ല, ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ് ഇവിടെ. അപ്പം പകലാകുമ്പോൾ നല്ല ലൈറ്റ് ഉണ്ടാവും, രാത്രിയും ഒട്ടും പിന്നോട്ടല്ല, നല്ല വൈബുണ്ട് ഇവിടെ. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ, ഈ കിടക്കുന്ന കായൽ പോലുള്ള ക്രീക്കിന്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് ബിൽഡിങ്സ് ആണ്. അതെല്ലാം പുതിയ ബിൽഡിംഗ് ആണ്. അത് മോഡേൺ ദുബൈയും നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്ത് പഴയ ബിൽഡിങ്ങുകളൊക്കെ ആയതുകൊണ്ട് ഇത് ഓൾഡ് വില്ലേജും ആണ്. അപ്പോൾ ഇതാണ് ഈ ക്രീക്കിന്റെ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത്. ദുബൈ വരുന്നവർ ഒരു വട്ടമെങ്കിലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിരിക്കണം. എന്നാൽ പിന്നെ ഇനി നമുക്ക് ഈ സ്ട്രീറ്റിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ദേ കണ്ടില്ലേ, ഫുള്ള് കടകളാണ്. കൂടുതലും എമിറാത്തി കൾച്ചറിലുള്ള കടകളാണ്. കൂടുതലൊന്നുമല്ല, ഫുള്ള് എമിറാത്തി കൾച്ചറിലുള്ള കടകളാണ്. അവരുടെ എമിറാത്തി ഡ്രസ്സുകളും എമിറാത്തി ടൈപ്പ് ഷോപ്പുകളും ഫുള്ള് അവരുടെ സ്പൈസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവരുടെ ഇവിടെ കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനും നമുക്ക് വാങ്ങാനും പറ്റും കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് ഷോപ്പാണ്. പല ടൈപ്പ് ഷോപ്പുണ്ട്. അതായത് അറബികളൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സും എമിറാത്തി സ്ത്രീകൾ പണ്ട് ഉപയോഗിച്ചിരുന്നതും ഇപ്പോഴും ഉപയോഗിക്കുന്നതായിട്ടുള്ള അബായ, കഫ്താൻ, അങ്ങനത്തെ പല ടൈപ്പ് ഡ്രസ്സുണ്ട്. നമുക്ക് വേണേൽ ഇതൊക്കെ വാങ്ങിക്കാം. ഇത് ഈ സൈഡ് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കിടക്കുവാണ് കടകളൊക്കെ. നമുക്ക് അകത്തേക്കൊന്നും ഞാൻ കയറിയില്ല. പിന്നെ ഒരുപാട് സ്പൈസസ് ഇവിടെ വെച്ചിട്ടുണ്ട്, സുഗന്ധദ്രവ്യങ്ങൾ വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ ആണെങ്കിലും പരമ്പരാഗത ഡ്രസ്സുകൾ ഒരുപാടുണ്ട്. പിന്നെ നമുക്ക് ഈ ക്രീക്കിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഈ അബ്രയിലും വരാം. അബ്ര ബോട്ടിൽ വരണമെങ്കിൽ വെറും 1 ദിർഹം കൊടുത്താൽ മതി. ഏതെങ്കിലും ബോട്ട് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് അവിടുന്ന് അബ്രയിൽ 1 ദിർഹം കൊടുത്ത് കയറി ഇവിടെ വരാവുന്നതാണ്. അതാകുമ്പോൾ ഈ ക്രീക്കിന്റെ സൗന്ദര്യം മൊത്തം നമുക്ക് ബോട്ടിൽ ആസ്വദിക്കുകയും ചെയ്യാം. ഇവിടുന്ന് മുന്നോട്ട് നടക്കുമ്പോൾ കൂടുതലും റെസ്റ്റോറൻറ്റുകളാണ്. ഇതിനിടയിൽ ഒരു സ്റ്റാർബക്സ് വരെ ഉണ്ട്, കണ്ടാൽ മനസ്സിലാവില്ല. ഈ ഓൾഡ് വില്ലേജ് ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. ഈ ക്രീക്കിന്റെ സൈഡിലൂടെ ഇനി ഒരുപാട് മുന്നോട്ട് നടക്കാനുണ്ട്. നടക്കുന്തോറും അവിടെയൊക്കെ നമുക്ക് പരമ്പരാഗതമായിട്ടുള്ള പല കാര്യങ്ങളും കാണാനുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഓൾഡ് മ്യൂസിയം എല്ലാം ഉണ്ട്. ഇപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ സമയമില്ല. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണ്. ബൈ.